പ്രിയമുള്ളവരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ മനോഹരമായിരിക്കുന്ന തിരുവചന ധ്യാനത്തിനായി ചില വിഷയങ്ങൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഉറങ്ങുന്നവരെയും ഉറക്കം നടിക്കുന്നവരെയും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവരെയും ഒക്കെ നമുക്ക് ശ്രമിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കർത്താവായ യേശുദേവൻ തന്റെ ശിഷ്യനുമായിട്ട് കടന്നു പോകുമ്പോൾ അവരോട് ഉപമകളായിട്ട് അനേക കാര്യങ്ങൾ പ്രസ്താവിച്ചു. യേശു ഉപമകൾ പറയുമ്പോൾ അത് വ്യക്തമായിട്ടില്ല എങ്കിൽ തന്റെ ശിഷ്യന്മാർ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ അത് വിവരിക്കുന്നതാണ്. പ്രകൃതിയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും അനവധിയായിരിക്കുന്ന കാര്യങ്ങളാണ് യേശു ഉപമകളിലൂടെ തന്റെ ജനത്തെ, തന്റെ ശിഷ്യന്മാരെ ബോധിപ്പിച്ചത്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് യേശു ദൈവരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വരുന്നതിനെ കുറിച്ച് ഒരു ഉപമ അവരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അനേക ദൈവദാസന്മാരിലൂടെ അനവധി പ്രാവശ്യം വായിച്ച് കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം തന്നെയാണ്. അത് കേൾക്കുന്തോറും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആത്മീയമായിരിക്കുന്ന ഉണർവുകളും കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഒക്കെ അധ്യാത്മികമായ ചിന്തകളിലേക്ക് കടന്നു വരുന്നതായ തിരുവചനങ്ങളാണ്. ഇവിടെ മണവാളനെ എതിരേൽക്കുവാനായിട്ട് കാത്തിരിക്കുന്ന 10 കന്യകമാരെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുകയാണ്. ദൈവരാജ്യം മണവാളനെ എതിരേൽക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ 10 പേരും ഒരുങ്ങുന്ന സന്ദർഭങ്ങളിൽ അവിടെ വായിക്കുന്ന 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും ആയിരുന്നു. ബുദ്ധിയുള്ളതായിരിക്കുന്ന 5 പേർ വിളക്കോടുകൂടെ എണ്ണയും മുൻകരുതൽ എന്ന നിലയിൽ അവർ കരുതി വച്ചിരുന്നു. ബുദ്ധിയില്ലാത്തവരാകട്ടെ അവരാ വിളക്കിനകത്തെടുത്തതായിരിക്കുന്ന എണ്ണ മാത്രം വെച്ചുകൊണ്ട് അത് തെളിയിക്കുന്ന രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവര് വളരെ വൈകി മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. മണവാളൻ വരാൻ വൈകിയതിനാൽ അവർക്ക് ക്ഷീണവും തളർച്ചയും വന്നപ്പോൾ അവർ എല്ലാവരും വിളക്ക് കെടുത്തി മണവാളന്റെ വരവിന്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ ഉണരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും വിശ്രമത്തിലായിരുന്നു. അവിടെ വായിക്കുന്നു, മയക്കത്തിലായിരുന്നു, ഉറക്കത്തിൽ ആയിരുന്നു. അർദ്ധരാത്രിയായി ഇതാ മണവാളൻ വരുന്നു എന്നുള്ളതായിരിക്കുന്ന വാർത്ത കേട്ട നിമിഷത്തിൽ അവരെല്ലാവരും ഉണർന്നെഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ഉറങ്ങുന്നവരെ പെട്ടെന്ന് ഉണർത്താൻ കഴിയും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്തുവാൻ പ്രയാസമാണ്. ഈ 10 പേരും എഴുന്നേറ്റു. 10 പേരും വിളക്ക് തെളിയിച്ചു. മണവാളിനോടുകൂടെ പോകുന്നതിന് വേണ്ടി 10 പേരും വളരെ വ്യഗ്രതയോടുകൂടെ, താല്പര്യത്തോടുകൂടെ, മനസ്സുരുക്കത്തോടുകൂടെ അവരൊരുങ്ങി വിളക്ക് തെളിയിക്കുമ്പോൾ 5 പേരുടെ വിളക്ക് തെളിയുവാൻ ഇടയായില്ല. കരിന്തിരി കത്താൻ തുടങ്ങി. ഇവരോട് പറഞ്ഞു, എനിക്കും അല്പം എണ്ണ തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, വിൽക്കുന്നവരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, ഇനി ഞങ്ങൾക്കുള്ള എണ്ണ മാത്രമേ ഇതിനകത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് വാങ്ങുന്നതിന് വേണ്ടി അവർ പോകുന്ന സമയം മണവാളൻ വരികയും മണവാളിനെ കാത്തിരുന്നതായ 5
കന്യകമാർ മണവാളിനോട് ചേർന്ന് മണവാളൻ അവരെ ചേർത്ത് മണിയറയിലേക്ക് പ്രവേശിച്ചു. ഈ 5 പേരെ എണ്ണയുമായിട്ട് വിളക്കെല്ലാം കത്തിച്ച് വീണ്ടും വാതുക്കൽ വന്ന് മുട്ടിയപ്പോൾ മണവാളൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. യേശു കർത്താവ് ഇവിടെ പ്രതിവാദിച്ചതായിരിക്കുന്ന വാക്കുകളിലൂടെ ചിന്തിക്കുമ്പോൾ ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ബുദ്ധിയുള്ളവരെയും ബുദ്ധിയില്ലാത്തവരെയും ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളെ സംസാരിക്കാനിടയായി. ബുദ്ധിയുള്ളതായിരിക്കുന്ന വ്യക്തി പാറമേൽ വീട് വെച്ചു. അടിസ്ഥാനമിട്ട വീടായിരുന്നു. അതിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് അതിന്റെ വാസ്തുവിയെല്ലാം കഴിഞ്ഞ് അവരവിടെ താമസിക്കുന്ന സന്ദർഭങ്ങളിൽ അവരുടേതായിരിക്കുന്ന താമസ വേളകളിൽ പെട്ടെന്ന് കൊടിയൊരു കാറ്റടിച്ചു. വെള്ളം ശക്തമായി ഉയർന്നു അവരുടെ വീടിന്മേലടിച്ചു. ആ വീടിന് യാതൊരു കേടും കൂടാതെ ഉറപ്പുള്ള പാറമേലായിരുന്നത് കൊണ്ട് ഉറച്ചു നിന്നു. അതിനോട് ചേർന്ന് മണലിന്റെ മുകളിൽ മറ്റൊരാൾ വീട് വെച്ചു. അടിസ്ഥാനമിട്ട സ്കെച്ച് ചെയ്ത് എഞ്ചിനീയറെ കൊണ്ടുവന്ന് എല്ലാം ചെയ്യേണ്ടതായിരിക്കുന്ന വിധത്തിൽ അവരും വീട് വെച്ചു. എന്നാൽ ഈ കാറ്റും മഴയും ശക്തമായി വന്നപ്പോൾ, തിരമാല അഞ്ഞടിച്ചപ്പോൾ മണലിന്റെ മുകളിലുള്ളതായിരിക്കുന്ന വീട് അവിടെ ഒഴുകിപ്പോയി എന്ന് വായിക്കുകയാണ്. ഒഴുകിപ്പോയി. എന്നാൽ അവിടെ കർത്താവ് പറഞ്ഞത്, പാറമേൽ വീട് വെച്ചതായിരിക്കുന്ന അവന്റെ വീട് പോയില്ല, അവൻ ബുദ്ധിയോടെ ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ദൈവം നമുക്ക് തന്നതായിരിക്കുന്ന ബുദ്ധി, ദൈവം തന്ന ജ്ഞാനം, പരിജ്ഞാനം, വിവേകം, അറിവുകൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും അത് ഫലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഇടയാകുന്നത്. ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ലക്ഷ്യവും ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായിരിക്കുന്ന കാഴ്ചപ്പാടുമുണ്ട്. ആ കാഴ്ചപ്പാട് നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുകയും കാത്തിരിക്കുകയും ചെയ്യണം. ഇവിടെ യേശു കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യം, ഇതാ മണവാളൻ വരുന്നു എന്ന് കേട്ടപ്പോൾ 5 പേർ അവരൊരുങ്ങി കാത്തിരുന്നവരാണ്. ഈ നാളുകളിൽ പുതിയ നിയമസഭയായി ഇതിനെ ചിത്രീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവും വിവേകത്തിലും ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും അറിവിലും വൈവിധ്യത്തിലും ഒരുക്കത്തോടുകൂടെ കാത്തിരിക്കുന്ന മണവാട്ടിയെ ചേർക്കുവാൻ മണവാളൻ കാഹളത്തോടുകൂടെ തന്റെ സകല സൈന്യത്തോടുകൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ നാം ഓരോരുത്തരും ചേർക്കപ്പെടുകയാണ്. അതാണ് പൗലോസ്ലീഹ പറയുകയുണ്ടായി, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചതായിരിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ഇപ്പോൾ ആയിരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെട്ട് അവരോടുകൂടെ എടുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം പിടിച്ചിരിക്കുന്ന വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട്, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട്, പിടിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് പറഞ്ഞതായിരിക്കുന്ന വാക്കിന്റെ ശകലങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, നിന്ദകളും പരിഹാസങ്ങളും വേദനകളും ഉണ്ട്, തളരാതിരുന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. നിങ്ങൾ ഉറങ്ങുന്നവരാകുന്നു എങ്കിൽ ഉണരേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മയങ്ങുന്നവരാണ്, മയക്കം വരുന്നവരാണ്, ഉറങ്ങിപ്പോകുന്നവരാണ്. നമ്മുടെ ലക്ഷ്യത്തെ ഉറക്കമാക്കി മാറ്റുമ്പോൾ, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഉറക്കമാക്കി മാറ്റുമ്പോൾ, നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ മയക്കത്തിനും ഉറക്കത്തിനും അടിമയാക്കി മാറ്റുമ്പോൾ, നമ്മുടെ പ്രത്യാശയും ലക്ഷ്യവും കാഴ്ചപ്പാടുകളും അതിൻ്റെ വ്യാപ്തിയിലെത്തുവാൻ കഴിയാതെ നമ്മൾ നിരാശരും ദുഃഖിതരും ആ വാതുക്കൽ ചെന്ന് മുട്ടിയപ്പോൾ അറിയുന്നില്ല എന്ന് പറയുന്നതായ ഒരവസ്ഥയുണ്ട്. അത് വരാതിരിക്കുവാൻ ഈ നാളുകളിൽ നമുക്കൊരുങ്ങാം, ശക്തീകരിക്കാം, ബലപ്പെടാം. കർത്താവിൻ്റെ ആ ധ്വനിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അവനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുമ്പോൾ അവനോടുകൂടെ ചേർക്കപ്പെടുന്ന ആ നല്ല ദിനത്തിനായി നമുക്കൊരുങ്ങാം. ഈ ഭൂമിയിൽ
ഏറിയ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ 70 80 നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്നതായിരിക്കാം. അത് കഷ്ടവും പ്രയാസവും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. എങ്കിലും നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. കാലുകൾ ഇടറാതെ, മനസ്സ് പതറാതെ, കണ്ണുകൾ നിറയാതെ ലക്ഷ്യം നമ്മുടെ മുൻപിലുണ്ട്. അത് നേടിയെടുക്കുവാൻ ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ, ശക്തീകരിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം കേൾക്കപ്പെടുന്ന വചനത്തിന്റെ മുമ്പിൽ ഓരോ പ്രിയപ്പെട്ടവരെയും ഓർക്കുകയാണ്. രോഗികളായി കഴിയുന്നവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്. സ്വദേശത്തും വിദേശത്തും ഗൾഫ് മേഖലയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായിട്ട് ജോലി ചെയ്യുന്ന അനേക ആളുകളുണ്ട്. പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമായി താമസിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം, സകല നന്മകളാൽ നിറയ്ക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കും.